മലബാർ സ്പെഷ്യൽ പലഹാരമായിട്ടുള്ള മുട്ടമാലയും മുട്ടസുർക്കയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഡസൻ, അതായത് 12 എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയും അതുപോലെ ഒരു 3 ഏലക്കായും, ഏലക്ക അങ്ങനെ തന്നെ എടുത്തതാണ്, ചതച്ചതൊന്നുമല്ല. പിന്നെ ഒരു 1.25 കപ്പ് വെള്ളം, പിന്നെ ഒരല്പം ഏലക്കാപ്പൊടി. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഏലക്കാപ്പൊടി ഓപ്ഷണലാണ്. പിന്നെ അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അതും ഓപ്ഷണലാണ്, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഒന്ന് പൊട്ടിച്ചിട്ട് എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ എഗ്ഗായിട്ട് പൊട്ടിച്ച് അതിൻ്റെ വൈറ്റ് വേറെയും അതുപോലെ തന്നെ മഞ്ഞ വേറെയാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നമ്മൾ അപ്പമൊക്കെ കോരാനെടുക്കുന്ന കോരിയിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ കൈവെള്ളയിലേക്കോ വെച്ചിട്ട് ഇതൊന്ന് ഇതിനകത്തുള്ള ആ വൈറ്റ് പാർട്ട് ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. ഇതിൽ കുറച്ചൊരു ആ യെല്ലോ പാർട്ടിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു വൈറ്റ് പാർട്ട് ഉണ്ടാവും, അതുകൂടെ ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുറ്റിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇത് മുഴുവനും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താലും മതി. ഞാൻ ഈ എഗ് യോക്കും എഗ് വൈറ്റും ഇവിടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് യോക്കൊന്ന് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. ഒരുപാട് സമയം വെച്ച് പതപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് മിക്സായിട്ട് വന്നാൽ മതി. അപ്പോൾ ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉരുളി പോലത്തെ പാത്രം, ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം നമ്മൾ പഞ്ചസാര പാനിയാക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ പാത്രമൊക്കെ ആകുമ്പോൾ. ഉരുളിയൊക്കെ വേണമെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ പഞ്ചസാരയും വെള്ളവും ഏലക്കായും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാനുള്ള ഒരു വെസൽ തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ടിപ്പോൾ ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് എഗ്ഗിൻ്റെ ആ തോട് തന്നെ അടിഭാഗം ഒന്ന് ചെറിയ ഹോൾസ് ആക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോളാക്കി കൊടുക്കാം. ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു നമ്മൾ പപ്പടം കുത്തിയെടുക്കുന്ന കോലോ അതല്ലെങ്കിൽ ഒരു ആണിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോളാക്കി കൊടുത്താൽ, അതിൻ്റെ തലയൊന്ന് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോളായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു 3-4 ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ചുറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര പാനി ഇവിടെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഈ പഞ്ചസാരയൊക്കെ ഇതിലൊന്ന് മെൽട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉരുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇങ്ങനത്തെ ഒരു പ്രയാസം ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ ഉരുളി എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇത് മെൽട്ടായതിന് ശേഷം 1 ടീസ്പൂൺ എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ എഗ് വൈറ്റ് ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ അത് നന്നായി ഒന്ന് പതഞ്ഞിട്ട് ആ പഞ്ചസാരയിലുള്ള മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ അതിനകത്തേക്ക് പറ്റി പിടിച്ചിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞ ഇതിനകത്തേക്ക് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ അതിനാണ് കളർ ചേഞ്ച് വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ല കളർ ഉണ്ടായിരിക്കും. ഇതിനുള്ള അഴുക്കൊക്കെ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഇങ്ങനെ പതപ്പിക്കുക. അപ്പോൾ ഇത് സൈഡിലേക്ക് വരും. എന്നിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇതൊന്ന് ഒന്നാകെ ഒന്ന് കോരിയെടുക്കാം. നമ്മളിത് കോരിയെടുത്തതിന് ശേഷം ഒരു 3-4 തവണ ഇതേ പ്രോസസ്സ് ഒന്നുകൂടെ ചെയ്യാം. നമ്മളിത് കോരിയെടുത്തതിന് ശേഷം ഇനി വേറെ ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. എഗ് വൈറ്റ് ആ ഉള്ള എഗ് വൈറ്റ് തന്നെ അതിനകത്ത് കുറച്ചുകൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒന്നുകൂടെ ഫ്ലെയിം കൂട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്നുകൂടെ പതഞ്ഞ് വരും. അപ്പോൾ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ബാക്കിയുള്ള എഗ് വൈറ്റ് ഇതുപോലെ സൈഡിലേക്ക് വരും. അതിൻ്റെ കൂടെ അതിലുള്ള അഴുക്കൊക്കെ അതും വരും. അപ്പോൾ അത് കോരിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാലും ഇത് പഞ്ചസാര സിറപ്പ് ഇങ്ങനെ പതഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്തേക്ക് മുട്ടമാല ചുറ്റിച്ച് കൊടുക്കുന്ന ആ ഒരു സ്റ്റേജ്.
അപ്പോൾ ഇത് ഒരു ഏറിയാലൊരു 4-5 തവണ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക, അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ കുറച്ച് കൊടുക്കുക, എന്നിട്ട് അത് അഴുക്കൊക്കെ അങ്ങ് കോരി മാറ്റിയിട്ട് ഇപ്പോൾ ഞാനൊരു 4-5 തവണ ചെയ്തതിന് ശേഷമുള്ള ഒരു ലോ ഫ്ലെയിമിലിട്ടപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഉള്ളത്, പതിഞ്ഞുകൊണ്ട് തന്നെ. ഇനി ഈ സ്റ്റേജിലാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള എഗ് യോക്ക് ഇതിലേക്ക് ചുറ്റിച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഹോളാക്കി വെച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒരല്പം അത് ഒഴിച്ച് കൊടുക്കുക. ഗ്ലാസിൻ്റെ പകുതിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പതഞ്ഞ് വരുന്ന ഭാഗത്ത് ഉറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കണം, എന്നാലേ ഇത് നല്ലപോലെ ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ പതഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താലേ ഇത് നല്ല നൂല് പോലെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നാകെ ഒട്ടിപ്പിടിച്ചിട്ട് കട്ട പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് ഞാൻ ഒരു തവണ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്കിത് കോരി മാറ്റാം ഇതിനകത്തുനിന്ന്. അപ്പോൾ ഇത് ഈ വെള്ളത്തിലിങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടിപ്പിടിച്ചതൊക്കെ ആയിട്ട് തോന്നും. ഇത് കോരി കഴിഞ്ഞിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരും. പിന്നെ പെട്ടെന്ന് തന്നെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പം കൈ ഇങ്ങനെ സ്പീഡിൽ ചലിപ്പിച്ചിട്ട് ചുറ്റിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കെട്ടാതെ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കൈവെള്ളയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് കുടഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഈ പതയൊന്നും അടങ്ങും. വെള്ളം കുറച്ച് അധികം വെള്ളം എടുത്തിട്ട് കുടഞ്ഞ് കൊടുക്കുക. ഒരു കൈയിൻ്റെ കുമ്പിളിൽ കിട്ടുന്ന അത്രയും വെള്ളം. അപ്പോൾ അത് അടങ്ങുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് മുട്ടമാല കോരി മാറ്റാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ കലക്കി വെച്ചിട്ടുള്ളത് തീരുന്നത് വരെ ഇതേ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പഞ്ചസാര പാനി നല്ല കട്ടിയായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇടയ്ക്കൊഴിക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരുപാട് ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ ഈ മുട്ടമാലയിൽ വെള്ളം കുടിച്ചു പോകും. അപ്പോൾ ഒരുപാട് ഒഴിക്കാതിരിക്കുക. എന്തെങ്കിൽ വേണമെങ്കിൽ അത് കോരി മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ടും ഇവിടെ മാലയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിങ്ങനെ ചിക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ് വൈറ്റ് കൊണ്ട് എങ്ങനെയാണ് മുട്ടസുർക്ക ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ഇതിൽ ഈ മഞ്ഞ പോലെ കാണുന്നത് ആ എഗ് യോക്കിൻ്റെ മുകളിലുള്ള ഹാർഡായിട്ടുള്ള പോർഷനൂടെ എടുത്തിട്ടതുകൊണ്ടാണ് ആ മഞ്ഞ പോലെ കാണുന്നത്, അല്ലാതെ എഗ്ഗിൻ്റെ മഞ്ഞക്കരുവല്ല. അതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ആ പ്യുവർ വൈറ്റ് കളർ ഉണ്ടാവില്ല. അതിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ താഴെയൊക്കെ ഏലക്കാപ്പൊടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിനൊരു നല്ല വൈറ്റ് കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇത് ഒരു നിർബന്ധമില്ല ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളത്. നല്ല വൈറ്റ് കളർ പ്യുവർ വൈറ്റ് കിട്ടണമെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നിർബന്ധമില്ല. എഗ്ഗിന് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ തന്നെ ഒരു വൈറ്റ് കളർ ഉണ്ടാവും. ആ വൈറ്റ് കളർ തന്നെ മതി ശരിക്കും. അപ്പം ഞാനിത് വേണമെങ്കിൽ ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ട് മാത്രം കാണിച്ചതാണ്. ഞാൻ സാധാരണ ഇത് ചെയ്യാറില്ല, അങ്ങനെ തന്നെ കുക്കാക്കാറാണ് പതിവ്. പിന്നെ നമ്മൾ നേരത്തെ ബാക്കിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ ആ സിറപ്പ് കൂടെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം മധുരത്തിനനുസരിച്ച്. ഞാനിപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതുണ്ടാക്കാൻ സെറ്റാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇനി ആ ഒരു പാത്രം അടപ്പുള്ള പാത്രമാണെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിനകത്തേക്ക് വെച്ച് കൊടുത്താലും മതി. ഒരു നമ്മൾ എഗ്ഗ് പുഴുങ്ങിയെടുക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് റെഡി ആയിട്ട് വരും. പിന്നെ ഇങ്ങനത്തെ ഒരു പാത്രമൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു പാത്രത്തിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് വേറൊരു പാത്രം വേണമെങ്കിൽ കമഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം. അതല്ലാതെ വെള്ളത്തിൽ തന്നെ ഇറക്കി വെച്ചിട്ട് മൂടിയുള്ള പാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ഹാർഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ സെറ്റായിട്ട് വരും. ഇനി അഥവാ സെറ്റായിട്ടില്ല, നിങ്ങൾ സ്റ്റീമറിനനുസരിച്ച് ചിലപ്പോൾ ടൈമിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ സെറ്റായിട്ടില്ലെങ്കിൽ ഒന്ന് കൂടുതൽ സമയം വെച്ച് കൊടുക്കാം.
ഇത് തണുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടർത്തിയിട്ട് വേണം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ ചെയ്യാം. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് തട്ടിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇതിൻ്റെ മുകളിലും താഴെ രണ്ട് ഭാഗത്തും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഏലക്കാപ്പൊടി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു കളർ ചേഞ്ച് ഉണ്ടാവില്ല, അതങ്ങനെ ക്ലിയറായിട്ട് നല്ല വൈറ്റായിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മാല ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ഈ മാലയ്ക്ക് നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഇതിന് പഞ്ചസാര ചേർക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.